നമസ്കാരം. ട്രംപിന് ഇന്ത്യയെ വിമർശിച്ച് കൊതി തീർന്നിട്ടില്ല. എങ്ങനെയും ഇന്ത്യയെ കൂടെ നിന്ന് ചതിക്കാനുള്ള എല്ലാ ശ്രമങ്ങളുമാണ് ട്രംപ് അണിയറയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കൂടെ നിൽക്കുന്നു എന്ന് തോന്നിപ്പിച്ചുകൊണ്ട് കിട്ടുന്ന അവസരങ്ങളിലൊക്കെ ഇന്ത്യയെ കടന്നാക്രമിക്കുകയാണ് ട്രംപ് ചെയ്യുന്നത്. എന്നാൽ മോദി വഴി ട്രംപിന് തിരികെ കിട്ടിയത് നല്ല അസല് മുഖമടച്ചുള്ള അടിയാണ് എന്ന് പറയേണ്ടി വരും. മുഖം നോക്കാതെ വരും വരായികകൾ ഒന്നും നോക്കാതെയാണ് നട്ടല്ലു നിവർത്തി നിന്ന് മോദി ട്രംപിന്റെ മുഖത്തു നോക്കി നല്ല കിടിലൻ മറുപടി കൊടുത്തത്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഉണ്ടായ പ്രക്ഷോഭം അവസാനിപ്പിക്കാൻ താൻ അന്ന് മധ്യസ്ഥത വഹിച്ചത് എന്നുള്ള എടുത്താൽ പൊങ്ങാത്ത പൊങ്ങച്ചവും പൊക്കിപ്പിടിച്ചുകൊണ്ട് ട്രംപ് നടക്കാൻ തുടങ്ങിയിട്ട് കാലം കുറേയായി. അതങ്ങനെ അനുവദിച്ചു കൊടുത്താൽ ഇനി ശരിയാവില്ല എന്ന് ഇന്ത്യക്കും തോന്നി തുടങ്ങിയിട്ടാണ് പാർലമെന്റിൽ മുഴുവൻ ഇന്ത്യൻ പ്രതിനിധികളെയും സാക്ഷിയാക്കി കണക്കും രേഖകളും നിരത്തി മോദി അത് അങ്ങനെയല്ല എന്ന് കൃത്യമായി വ്യക്തമായി സ്ഥാപിച്ചത്. എന്നിട്ടും മതിയായിട്ടില്ല ട്രംപിന്. ആരെയൊക്കെ കുറ്റം പറയട്ടെ എന്നോർത്ത് നടക്കുന്ന ട്രംപ് ഐക്യരാഷ്ട്രസഭയിൽ ചെന്ന് ഐക്യരാഷ്ട്രസഭയെ തന്നെ കുറ്റം പറഞ്ഞിരിക്കുകയാണ്. ഐക്യരാഷ്ട്രസഭയുടെ 80ാമത് പൊതുസഭാ സമ്മേളനത്തിൽ യുഎന്നിന്റെ പ്രസക്തിയെ തന്നെ ചോദ്യം ചെയ്തുകൊണ്ടാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വന്നത്. ഐക്യരാഷ്ട്രസഭയ്ക്കെതിരെ രൂക്ഷ വിമർശനമാണ് ട്രംപ് ഉയർത്തിയത്. ഐക്യരാഷ്ട്രസഭയ്ക്ക് പ്രസക്തിയില്ല എന്നും സമാധാന ശ്രമങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് അമേരിക്കയാണെന്നുമാണ് ട്രംപ് പറഞ്ഞത്. ഇന്ത്യ പാക് സംഘർഷം, ഇറാൻ ഇസ്രയേൽ യുദ്ധം എന്നിവ ഉൾപ്പെടെ താൻ 7 മാസത്തിൽ 7 യുദ്ധം അവസാനിപ്പിച്ചതായും ട്രംപ് ആവർത്തിച്ചു. എന്നിട്ടും ഒരു തരി നന്ദി പോലും UN രേഖപ്പെടുത്തിയിട്ടില്ല എന്നും ട്രംപ് കുറ്റപ്പെടുത്തി. നൊബേൽ സമ്മാനം തനിക്ക് അവകാശപ്പെട്ടതാണെന്ന് ട്രംപ് ആവർത്തിച്ചു. ലോക നേതാക്കളുടെയും ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറൻസിന്റെയും സാന്നിധ്യത്തിലായിരുന്നു ട്രംപിന്റെ വിമർശനം. ടെലിപ്രോംപ്റ്റർ പ്രവർത്തിക്കുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ട്രംപ് പ്രസംഗം ആരംഭിച്ചത്. ഇത് ഐക്യരാഷ്ട്രസഭയുടെ പിടിപ്പുകേടായി ട്രംപ് ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. ഇസ്രയേൽ, ഇറാൻ, ഇന്ത്യ, പാകിസ്ഥാൻ, റുവാണ്ട, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ, തായ്ലൻഡ്, കംബോഡിയ, അർമേനിയ, അസർബൈജാൻ, ഈജിപ്ത്, എത്തോപ്യ, സെർബിയ, കൊസോവോ തുടങ്ങിയ രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷം താൻ അവസാനിപ്പിച്ചു എന്നാണ് ട്രംപ് ഏകപക്ഷീയമായി അവകാശപ്പെടുന്നത്. മറ്റൊരു പ്രസിഡന്റോ നേതാവോ ഇതുവരെ ഇങ്ങനെയൊന്നും ഇടപെട്ടിട്ടില്ല എന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. ഈ യുദ്ധങ്ങളൊക്കെ പരിഹരിക്കാൻ ഐക്യരാഷ്ട്രസഭ സഹായിച്ചത് പോലും ഇല്ല എന്നും ട്രംപ് കുറ്റപ്പെടുത്തി. അത് വെറും വാചകമടി മാത്രമാണ്. വാചകമടി കൊണ്ട് യുദ്ധങ്ങൾ പരിഹരിക്കാൻ കഴിയില്ല. ട്രംപ് യുഎന്നിനോടുള്ള തന്റെ അതൃപ്തി ഇങ്ങനെ പ്രകടമാക്കി. യുഎസിന്റെ മധ്യസ്ഥതയിലാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തൽ സാധ്യമായതെന്ന് ട്രംപ് സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ അവകാശവാദം ഉന്നയിച്ചിരുന്നു. എന്നാൽ ട്രംപിന്റെ അവകാശവാദങ്ങൾ ഇന്ത്യ അതിശക്തമായി നിഷേധിച്ചിരുന്നു. യുഎസിന്റെ മധ്യസ്ഥതയിലല്ല, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ചർച്ചകളിലൂടെയാണ് വെടിനിർത്തൽ സാധ്യമായതെന്ന് ഇന്ത്യ മറുപടി നൽകുകയും തൊട്ടു പിന്നാലെ പാകിസ്ഥാൻ തന്നെ അത് സമ്മതിച്ചുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തിട്ടും ട്രംപ് ഇപ്പോഴും അതേപടി ആവർത്തിക്കുകയാണ്. ഏപ്രിൽ 22-ന് ജമ്മു കശ്മീരിലെ പഹൽഗാമിൽ 26 പേരുടെ മരണത്തിനിടയാക്കിയ ഭീകരാക്രമണത്തിനുള്ള പ്രതികാരമായി ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂർ നിർത്താൻ ഒരു രാജ്യത്തിന്റെയും നേതാവ് ഇന്ത്യയോട് ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെന്റിൽ അതിശക്തമായി വ്യക്തമാക്കുകയും ചെയ്തു. യുക്രൈന് നേരെ യുദ്ധം നയിക്കാൻ റഷ്യയെ സഹായിക്കുന്ന പ്രധാന സാമ്പത്തിക സ്രോതസ്സുകൾ ഇന്ത്യയും ചൈനയുമാണെന്നാണ് യുഎന്നിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആരോപിച്ചത്. യുദ്ധ സ്പോൺസർമാരായ ഇന്ത്യക്കും ചൈനയ്ക്കുമെതിരെ കൂടുതൽ തീരുവ ചുമത്തണമെന്ന് യൂറോപ്യൻ രാജ്യങ്ങളോട് ട്രംപ് വീണ്ടും ആവശ്യപ്പെട്ടു. നേരത്തെ ഇതേ കാര്യം നാറ്റോയിലെ സഖ്യകക്ഷികളോടും G7 രാജ്യങ്ങളോടും ട്രംപ് ആവശ്യപ്പെട്ടിരുന്നു. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങി യുക്രൈൻ യുദ്ധത്തെ സഹായിക്കുകയാണ് എന്ന് ആരോപിച്ച് ഇന്ത്യക്ക് US 25% പിഴത്തീരുവ ചുമത്തിയത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളാക്കി. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്താനും യൂറോപ്യൻ രാജ്യങ്ങളോട് ട്രംപ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് നിർത്തില്ല എന്ന് ഹംഗറി വ്യക്തമാക്കിയ പശ്ചാത്തലത്തിലാണിത്. ബന്ദികളെ മോചിപ്പിക്കാൻ പോലും ഹമാസുകാർ സമ്മതിക്കാത്ത പശ്ചാത്തലത്തിൽ പലസ്തീന്റെ രാഷ്ട്രപദവി അംഗീകരിക്കുന്നത് ഒക്ടോബർ 7 ആക്രമണം ഉൾപ്പെടെയുള്ള ഹമാസിന്റെ ക്രൂരതയ്ക്കുള്ള സമ്മാനമാണ് എന്നും ട്രംപ് പറഞ്ഞു. ജനുവരിയിൽ അധികാരത്തിലെത്തിയ ശേഷം ട്രംപ് ആദ്യമായാണ് ഐക്യരാഷ്ട്രസഭയെ അഭിസംബോധന ചെയ്യുന്നത്. ഇന്ത്യയെ കടന്നാക്രമിച്ചതിനുള്ള മറുപടി പ്രവൃത്തി കൊണ്ട് മോദി കൊടുക്കുമെന്ന കാര്യം ഉറപ്പാണ്. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്.
ഗാസയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ്. കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ വി ഡി സതീശൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച